മറ്റു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് നമുക്കറിയാം, ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വർഷങ്ങളായി ഇന്ത്യ അഭയം നൽകിയിരിക്കുകയാണ്. ഇന്ത്യയിലെ അജ്ഞാത കേന്ദ്രത്തിൽ ബംഗ്ലാദേശിൻ്റെ ഇത്രയും കാലത്തെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇന്ത്യ അവരെ പാർപ്പിക്കുകയാണ്. അത് നമ്മുടെ ഒരു അവകാശമായി സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവർക്കുള്ള സംരക്ഷണം നമ്മൾ ഒരുക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി ധാക്ക ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്നാണ്. കൊലപാതക കുറ്റം അവിടെ ചുമത്തിയിട്ടുണ്ട്, അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട് ധാക്കയിലെ കോടതി ഷെയ്ഖ് ഹസീനയെ. അതുകൊണ്ട് തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കിയ ഇന്ത്യ ചില ഡിമാൻഡുകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറുന്ന വിവരം പരിഗണനയിലാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ മടങ്ങാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്നത് പ്രധാനമാണ്. കാരണം ഈ വർഷം അവസാനത്തോടെ താൻ തിരികെ ബംഗ്ലാദേശിലേക്ക് പോവുകയും അവിടെ വിചാരണ നേരിടാൻ തയ്യാറാണ് എന്നറിയിക്കുകയും ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഇന്ത്യ ഇപ്പോൾ ഈ ആവശ്യത്തെ അനുഭാവപൂർണ്ണം പരിഗണിക്കുന്നു എന്നുള്ളതാണ്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, റോയിട്ടേഴ്സിനടക്കം നൽകിയ അഭിമുഖത്തിൽ ഏറ്റവും ഒടുവിൽ ഹസീന പറഞ്ഞത് താൻ മടങ്ങാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. പക്ഷേ മടങ്ങുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അതിനോട് ചേർത്ത് ചില ഡിമാൻഡുകൾ കൂടി മുന്നോട്ട് വെക്കുമായിരിക്കും. രഞ്ജിത്ത്, 2024 ആയിരുന്നു ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടത്. ഭരണകൂടത്തിന്റെ അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കും എതിരെ പുറപ്പെട്ടിരുന്ന യുവാക്കളുടെ പ്രതിഷേധത്തെ ജനങ്ങൾ ഏറ്റെടുത്തതോടുകൂടിയായിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. ഇത് ജൻസി പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നുവെന്നും അതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നു എന്നും ുള്ളതാണ് ഷെയ്ഖ് ഹസീനയുടെ വാദം. എന്തായാലും 2024 ആ ജൻസി പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എവിടെയാണ് എന്ന കാര്യം ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഷെയ്ഖ് ഹസീനയുടെ അഭിമുഖം ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ആ അഭിമുഖത്തിൽ പറഞ്ഞത് താൻ തന്റെ ജന്മനാട്ടിലേക്ക് തിരികെ പോകുമെന്നും അവിടെ അധികാരത്തിൽ തിരികെ എത്തും എന്നും ഉള്ളതായിരുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഷെയ്ഖ് ഹസീന പുലർത്തിയിരുന്നു. എന്നാൽ ഇതിനു മുമ്പ്, അതായത് 2024 ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം വലിയ വിചാരണ നടപടികൾ ബംഗ്ലാദേശിൽ നടന്നു. അത് ഷെയ്ഖ് ഹസീനയുടെ അഭാവത്തിലായിരുന്നു എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് അവാമി ലീഗിന്റെ പ്രവർത്തകർക്കൊന്നും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 2025 നവംബറിൽ ആയിരുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. അതായത് ഈ ജൻസി പ്രക്ഷോഭത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തുവെന്നും കൂട്ടക്കൊല നടത്തി എന്നുമാണ് പ്രോസിക്യൂഷൻ അവിടെ വാദം ഉന്നയിച്ചത്. ഓർക്കേണ്ടത്, ഈ സമയത്ത് അധികാരത്തിലിരുന്നത് ഇടക്കാല സർക്കാരാണ്. അതാകട്ടെ നൊബേൽ പുരസ്കാര ജേതാവ് ആയിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. എന്നാൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പലതവണ ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും ഇന്ത്യ അതിന് ഒരുക്കമായിരുന്നില്ല. പിന്നീട് ബംഗ്ലാദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയും താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ സ്വാഭാവികമായും ഇന്ത്യ സ്വാഗതം ചെയ്തു. കാരണം അവിടെ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഈ പുതിയ സർക്കാർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ വാദം എന്നത് അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ പുറത്തിറങ്ങാൻ സാധിച്ചില്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒരുതരം ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് നടന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കോടതിയിൽ അടക്കം ഷെയ്ഖ് ഹസീന പങ്കുവച്ചത് KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഷെയ്ഖ് ഹസീനയെ കൈമാറാനുള്ള സമ്മതം ഇന്ത്യ അറിയിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.